അടുത്ത HSST മാത്സ് പരീക്ഷയ്ക്ക് വരാനിടയുള്ള ചില ചോദ്യങ്ങളാണ് ഇന്നിവിടെ പഠിപ്പിക്കുന്നത്. അത് ടോപ്പിക്ക് വൈസ് അല്ല, എല്ലാ പേപ്പറിൽ നിന്നുള്ള ഭാഗങ്ങൾ പഠിപ്പിക്കുന്നു. ഒരു പേപ്പറിൽ നിന്ന് ചിലപ്പോൾ 2-3 ചോദ്യമായിരിക്കും പഠിപ്പിക്കുന്നത്. ചിലതിൽ നിന്ന് ചിലപ്പോൾ കൂടുതൽ വരാം, ചിലതിൽ നിന്ന് ചിലപ്പോൾ ഒന്നും കണ്ടില്ലെന്നൊക്കെ വരും. അത് മാത്സിലെ മിക്ക ചോദ്യങ്ങളും ചെയ്യാനായിട്ട് 5 മുതൽ 10 മിനിറ്റ് വരെ സമയം വേണം. അത് ആദ്യം അങ്ങനെ പഠിപ്പിക്കും, പിന്നീട് അത് എങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് സോൾവ് ചെയ്യാമെന്നുള്ളതാണ് രണ്ടാമത് പറയുന്നത്. ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ചോദ്യം ചിലപ്പോൾ അര മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. അതാണ് രണ്ടാമത് പറയുന്നത്. ഇനി തുടങ്ങാം. അത് പിന്നെ ഹെഡിങ് എന്നാ കൊടുക്കണ്ടത്? ഞാൻ ഈ HSST 2006 എന്നൊക്കെ പറയുന്നതും കൂടി ഇട്ടോണം. കാരണം ഇത് വായിക്കുന്നവർക്ക് വന്ന ക്വസ്റ്റ്യനാണ് താല്പര്യം, വരാത്ത ക്വസ്റ്റ്യൻ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ആദ്യത്തെ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഫങ്ഷൻസ്, T from R² to R². ഇതൊക്കെ മഷി ഒഴിച്ചിട്ടുണ്ടോ? T from R² to R². T from R² to R² are linear transformations. ലീനിയർ ട്രാൻസ്ഫർമേഷൻസ്. ഒന്നാമത്തെ, ഇത് ഒന്നിൽ കൂടുതൽ ചിലപ്പോൾ ഉത്തരം കണ്ടെന്ന് വരാം കേട്ടോ. Tx1 x2 equals 1 plus x1 comma x2. 2. Tx1 x2 equals x2 x1. 3. Tx1 x2 equals x1 minus x2 0. 4. Tx1 x2 equals x1 square x2. നമ്മളിവിടെ ലീനിയർ ആൾജിബ്ര അടുത്ത ചാപ്റ്റർ അതാണ് പഠിപ്പിക്കേണ്ടത്. അത് കഴിഞ്ഞ ചാപ്റ്റർ തീരാറായി. ഇനി അടുത്ത് പഠിപ്പിക്കേണ്ട ഇതാണ്. ഒരു ദിവസം കൂടെ കഴിഞ്ഞാലേ, ഒരു ദിവസം കൂടെ മറ്റത് പഠിപ്പിക്കാം. ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബിയും ഡബ്ല്യു 2 വെക്ടർ സ്പേസ് ആണെന്ന് വിചാരിക്കാം. എ മാപ്പിംഗ് അല്ലെ ഫംഗ്ഷൻ ഫ്രം T from B to W is called a linear transformation if T of C alpha plus beta equal to C T alpha plus beta T beta എന്നാണ്. ഇതാണ് ലീനിയർ ട്രാൻസ്ഫർമേഷൻ്റെ ഡെഫിനിഷൻ. ഇപ്പോൾ ആൽഫയും ബീറ്റയും 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? ആൽഫയും ബീറ്റ ഡബ്ല്യു ഇത് കാണുമല്ലോ, ഇതിനകത്ത് വെക്ടർ സ്പേസ് 0 ഇല്ലേ? അപ്പോൾ T0 ഈക്വൽ ടു ഡെഫിനിഷൻ 0 ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൽഫയും ബീറ്റയും 0 എന്ന് കൊടുത്താൽ എന്താവും? T0 ഈക്വൽ ടു സിയും കൂടെ 0 കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? T0 പ്ലസ് T0 എന്ന് കിട്ടത്തില്ലേ? ഇല്ലേ?
അപ്പോൾ ക്യാൻസലേഷൻ പ്രോപ്പർട്ടി അപ്ലൈ എന്ത് കിട്ടും? T0 = 0. അതായത് ലീനിയർ ട്രാൻസ്ഫർമേഷൻ്റെ ട്രാൻസ്ഫർമേഷൻ ആണ് അതിൻ്റെ 0യുടെ ഇമേജ് 0 തന്നെ കിട്ടണം. പക്ഷെ അത് സഫിഷ്യൻ്റ് അല്ല. T0 0 ആയതുകൊണ്ട് മാത്രം ലീനിയർ ആവത്തില്ല. ലീനിയർ ആകാനുള്ള കണ്ടീഷൻ ഇതാണ്, അല്ലാതെ T0 0 ആവുക എന്നുള്ളതല്ല. തിരിച്ച് പറയാം, T0 0 അല്ലെങ്കിൽ ആ ലീനിയർ ട്രാൻസ്ഫർമേഷൻ അല്ലെന്ന് പറയാം. T0 0 ആയതുകൊണ്ട് മാത്രം ലീനിയർ ആവത്തില്ല. അതിൻ്റെ കണ്ടീഷൻ ഇതാണ്. ഇപ്പോൾ ഈ നമ്മൾ സാധാരണ സെൻസിൽ ലീനിയർ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിഗ്രി ഫങ്ഷൻ എന്നാണ് ലീനിയർ ഫങ്ഷൻ. പക്ഷേ ലീനിയർ ട്രാൻസ്ഫർമേഷൻ അങ്ങനെയല്ല. ഫസ്റ്റ് ഡിഗ്രി ഫങ്ഷൻ എല്ലാം ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആവത്തില്ല. അതിൻ്റെ കാരണം പറയാം. T(x) ഈക്വൽ, ഞങ്ങൾ R(r) പറയുന്നത് ഇപ്പോഴേ, T(x) = 2x + 3. ഇത് ഫസ്റ്റ് ഡിഗ്രി അല്ലേ, പക്ഷേ ലീനിയർ ആവത്തില്ല. അതിന് കാരണം പറയാം. ആൽഫ ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ത് അല്ല, അങ്ങനെയല്ല. T(α(x + y) എന്ത് കിട്ടുന്നത്? ഇതനുസരിച്ച് 2 × α(x + y) പ്ലസ് 3 എന്നല്ലേ. അതായത് 2α(x + 2y + 3. ഇത് ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആകണമെങ്കിൽ α(tx + ഞാൻ ലീനിയർ അപ്പോൾ ഇവിടെ ഈ ടി ഇപ്പോൾ ഒഴിച്ചത് ഏതാണ് മഷി? ഇതെല്ലാം ഒഴിച്ചതാണ്. പുതിയത് ഇതാണോന്ന് അറിയത്തില്ല. അപ്പോൾ Tx = 2x + 3 എന്നുള്ളത് നമ്മുടെ ഫംഗ്ഷൻ്റെ ആകുമ്പോൾ ലീനിയർ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആവത്തില്ല. അതിൻ്റെ കാരണമാണ് പറയുന്നത്. ഇത് ഇങ്ങനെ വരത്തില്ലേ. ഇത് ലീനിയർ ആകണമെങ്കിൽ എന്താ കണ്ടീഷൻ? ഇവിടെ പറഞ്ഞല്ലോ, α(tx + ty) എന്ന് കിട്ടണം അല്ലേ. Tx എത്രയാണ്? 2x + 3. ty(യോ 2y + 3) ഇല്ലേ. അപ്പം 2α(x + 3α + 2y + 3). ഇവിടെ ഈ 3α ഉണ്ടോ? ഇവിടെ ബാക്കിയൊക്കെ ഉണ്ട് ഇല്ലേ. ഈ ഒരെണ്ണത്തിൻ്റെ കുറവില്ലേ ഇവിടെ. രണ്ടും ഒരുപോലെ അല്ല. അതുകൊണ്ട് ഇത് ലീനിയർ ട്രാൻസ്ഫർമേഷൻ അല്ല, പക്ഷേ ലീനിയർ ഫംഗ്ഷനാണ്. നേരെ മറിച്ച് ആ 3 അങ്ങ് കളഞ്ഞെന്ന് വെച്ചോ, കോൺസ്റ്റന്റ് ടേം ഇല്ല. അപ്പോൾ 2x എന്നാണ് എടുക്കുന്നതെങ്കിൽ T(α(x + y) എത്ര കിട്ടും? 2 × α(x + y), അതായത് 2α(x + 2y എന്ന് കിട്ടും ഇല്ലേ. ഇത് α × 2x എന്ന് എഴുതാമല്ലോ. 2x tx അല്ലേ, 2y ty അല്ലേ. അപ്പോൾ ശരിയാവുന്നില്ലേ. അതുകൊണ്ട് ലീനിയർ ആണ്. ചുരുക്കത്തിൽ ഒരു ഫങ്ഷൻ ലീനിയർ ഫങ്ഷൻ എപ്പോഴും ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആവുകയില്ല. ആവണമെങ്കിൽ കോൺസ്റ്റന്റ് ടേം പാടില്ല. അല്ലെങ്കിൽ ഈ ഫസ്റ്റ് ഡിഗ്രി ഫങ്ഷൻ എല്ലാം അതിൻ്റെ ഗ്രാഫ് വരച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പക്ഷേ ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആകുമ്പം സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് മാത്രമല്ല, അത് ഒറിജിനിൽ കൂടെ പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇത് 0 0 കൂടെ പാസ് ചെയ്യത്തില്ലേ, y = 2x എന്ന് പറയുന്നത്. പക്ഷേ 2x + 3 എന്ന് പറയുന്നത് 0 0 കൂടെ പാസ് ചെയ്യത്തില്ല. അതായത് ലീനിയർ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് ഒറിജിനിൽ കൂടെ പോകുന്ന സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. ലീനിയർ ഫംഗ്ഷൻ എന്ന് പറയുമ്പം സ്ട്രെയിറ്റ് ലൈൻ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ, ഒറിജിനിൽ കൂടെ പാസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഒരു ലീനിയർ ഒരു ഫംഗ്ഷൻ ലീനിയർ ആകണോ, ട്രാൻസ്ഫർമേഷൻ ആകാനുള്ള കണ്ടീഷൻ അത് ഫസ്റ്റ് ഡിഗ്രി ആയിരിക്കണം, കോൺസ്റ്റന്റ് പാടില്ല. മറ്റേ ഫംഗ്ഷൻ ആകുമ്പോൾ കോൺസ്റ്റന്റ് ടേമും ആകാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ അതിപ്പോൾ R(r) ആണ് ഇപ്പോൾ പറഞ്ഞത്. T from R² to R ആണെന്ന് വെച്ചോ. അപ്പോൾ R² ആകുമ്പോൾ ഓർഡേർഡ് പെയർ അല്ലേ വരുന്നത്.
ടി ഓഫ് എക്സ് വൈ എന്നുള്ളത് വരും. അത് ലീനിയർ ആയിരിക്കണം. എ എക്സ് പ്ലസ് ബി വൈ ഇത് ലീനിയർ ആണ്. എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഉണ്ടെങ്കിൽ ലീനിയർ ആവത്തില്ല. സി നോൺ സീറോ ആണെങ്കിലേ ഇത് ലീനിയർ ആണ്. അതായത് ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 2x പ്ലസ് 3y ആണെന്ന് വെച്ചോ, അത് ലീനിയർ ആണ്. നേരെ മറിച്ച് 2x പ്ലസ് 3y പ്ലസ് 7 എന്നോ വല്ലതും ഉണ്ടെങ്കിൽ ലീനിയർ ആകത്തില്ല. ആർ സ്ക്വയർ ടു ആർ സ്ക്വയർ ആണെങ്കിലോ ടി ഓഫ് എക്സ് വൈ ഈക്വൽസ് ഇത് ആർ സ്ക്വയർ അല്ലേ വരുന്നത്, അപ്പോൾ ഇത് ഇങ്ങനെ വരണം. എ എക്സ് പ്ലസ് ബി വൈ സി എക്സ് പ്ലസ് ഡി വൈ ഇത് ലീനിയർ ആയിരിക്കും. മറിച്ച് ഇവിടെ ഒരു കോൺസ്റ്റന്റ് കൂടെ വന്നു കഴിഞ്ഞാൽ അത് ലീനിയർ ആവത്തില്ല. ഇവിടെ ഈ വണ്ണിൻ്റെ പ്രസൻസ് ഉണ്ട്, അതുകൊണ്ട് അത് ലീനിയർ അല്ല. ഇവിടെ ആ കോൺസ്റ്റന്റേ ഇല്ല, ഇപ്പോൾ ലീനിയർ ആണ്. ഇവിടെ കോൺസ്റ്റൻസ് ഇല്ല, സീറോ വരാം, നോൺ സീറോ കോൺസ്റ്റന്റ് വരരുതാണ്. ഇവിടെ x1 സ്ക്വയർ സെക്കൻഡ് ഡിഗ്രി വന്നു, അതുകൊണ്ട് ലീനിയർ അല്ല. അപ്പോൾ ഇതിൽ രണ്ടെണ്ണം ലീനിയർ ആണ്, ഇത് രണ്ടും. അവസാനത്തെ ആദ്യത്തേതും ലീനിയർ അല്ല. അപ്പോൾ ചെയ്യാതെ ചോദ്യം കാണുമ്പോഴേ ഉത്തരം എഴുതാവുന്ന അർത്ഥം. അതൊന്ന് എഴുതണേ, വിശദമായിട്ട് പറയാം. ഡെഫിനിഷൻ എന്ന് എഴുതിക്കാം. Let V and W be vector spaces over the field F. Then the function T from V to W, and the function T from V to W is called a linear transformation. Linear transformation. If T of alpha plus beta, T of C alpha plus beta equal to C T alpha plus T beta for every alpha beta element of V and C element of F. If T is a linear transformation, then T0 equals T0 plus 0 എന്ന് എഴുതാമല്ലോ അല്ലേ? എന്ന് പറയുന്നത് ലീനിയർ ആയതുകൊണ്ട് T0 plus D0 എന്ന് എഴുതാം. അല്ലേ? അപ്പോൾ T0 എത്രയായിരിക്കും? ക്യാൻസലേഷൻ ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 എന്ന് കിട്ടിയില്ല. അതായത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ മൂലം ഈ സീറോയുടെ ഇമേജ് 0 തന്നെയായിരിക്കും. ഇനി അത് കോൺവേഴ്സ് സെറ്റാണ് പറയാം. റിമാർക്കായിട്ട് ദി കോൺവേഴ്സ് ഓഫ് ദിസ് റിസൾട്ട് ഈസ് നോട്ട് ട്രൂ. ചിലരൊക്കെ ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. സീറോയുടെ ഇമേജ് 0 ആണ്, ഉടനെ ലീനിയർ അങ്ങ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. കോൺവേഴ്സ് ഓഫ് ദിസ് റിസൾട്ട് ഈസ് നോട്ട് ട്രൂ. That is, if T is a function from V to W, such that T of 0 equal to 0, then it is not necessarily true that T is linear. For example, consider the function
For example, consider the function t from R to R defined by dx equal to 2x plus 3. x equal to 2x plus 3. അപ്പോൾ ലീനിയർ ആകണമെങ്കിൽ ടി ഓഫ് ആൽഫ എക്സ് പ്ലസ് വൈ ആൽഫ ടി എക്സ് പ്ലസ് ടി വൈ എന്ന് കിട്ടണ്ടേ? അത് ഡെഫിനേഷൻ അനുസരിച്ച് എന്ത് കിട്ടും? 2 ഇൻറ്റു ആൽഫ എക്സ് പ്ലസ് വൈ അല്ലേ, പ്ലസ് 3 എന്നല്ലേ കിട്ടുന്നത്, ഈക്വൽ ടു 2 ആൽഫ എക്സ് പ്ലസ് 2 വൈ പ്ലസ് 3. ഇത് ആൽഫ ടി എക്സ് പ്ലസ് ടി വൈ ആകണം. ആൽഫ ടി എക്സ് എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു 2x പ്ലസ് 3 പ്ലസ് ടി, അത് 2y പ്ലസ് 3 എന്നല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇത് 2 ആൽഫ എക്സ് പ്ലസ് 3 ആൽഫ പ്ലസ് 2y പ്ലസ് 3. ഇവിടെ ഈ 3 ആൽഫ എന്നൊരു ടേം ഉണ്ടോ ഇതിനകത്ത്? ഇല്ല. അപ്പോൾ തുല്യമല്ലെന്ന് അതിൻ്റെ അർത്ഥം ഇല്ലേ? Therefore, t alpha x plus y is not equal to alpha tx plus ty. പക്ഷേ ആൽഫ 0 ആണെങ്കിലോ അത് എടുത്തില്ലല്ലോ. അപ്പോൾ ആ കണ്ടീഷൻ അത് കൊടുത്തു, ഇഫ് ആൽഫ നോട്ട് ഈക്വൽ ടു 0. സോ t is not linear. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക, അല്ല അത് പറഞ്ഞതിനുള്ള എക്സാമ്പിൾ അല്ല കേട്ടോ, മാറിപ്പോയി, വേറെ എഴുതണം. ഇത് T00 അല്ലല്ലോ, ആരും എഴുതിയില്ലല്ലോ, എഴുതരുത്. ഇത് എക്സാമ്പിളായിട്ട് എഴുതാൻ, ഇതിന് ഇപ്പോൾ കോൺവേഴ്സിനെ പറ്റുന്നതല്ല. അതിന് പറയാം, വേറെ പറയാം. ആരും എഴുതിയില്ലല്ലോ, എഴുതിയെങ്കിൽ വെട്ടിക്കളയുക. എഴുതിയ ശരിയാണെങ്കിലും ഈ സന്ദർഭത്തിന് പറ്റിയതല്ല. അത് ഇത് എഴുതിയാൽ മതി, ടി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി, ടി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ ടി ഓഫ് ആൽഫ എക്സ് പ്ലസ് വൈ എത്ര കിട്ടും? എത്ര കിട്ടുന്നത്? ആൽഫ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ അല്ലേ, അതായത് ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് 2 ആൽഫ എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്നാണ്. പക്ഷേ ആൽഫ ടി എക്സ് പ്ലസ് ടി വൈ എത്രയാണ് കിട്ടുന്നത്? ആൽഫ എക്സ് സ്ക്വയർ അല്ലേ പ്ലസ് വൈ സ്ക്വയർ എന്നല്ലേ. രണ്ടും ഒന്നാണോ? ഒന്നാണോ? അല്ല. അത് ഇനിയും പറഞ്ഞാലും പോരെ, അല്ലേ? ആദ്യം പറയാം T00 അല്ലേ. പക്ഷേ ഇത് ആൽഫ ടി ഓഫ് ആൽഫ എക്സ് പ്ലസ് വൈ എന്നുള്ളത് ആൽഫ ടി എക്സ് പ്ലസ് ടി വൈ അല്ല. അതുകൊണ്ട് ആൽഫ 1 ആവുകയാണ് ശരിയാവുക. അല്ല, ആൽഫ 1 ആയാലും ശരിയാവത്തില്ലേ. 2xy വേണ്ടേ, അത് ഇതിനകത്തില്ലല്ലോ. രണ്ടാമത്തെ ഇതിൻ്റെ ഡെഫിനേഷൻ ശരിയാവുന്നില്ല, അതുകൊണ്ട് ലീനിയർ അല്ല. പക്ഷേ T00 ആണ്. ചുരുക്കത്തിൽ ലീനിയർ ആണെങ്കിൽ അത് ലീനിയർ ഫങ്ഷൻ ആവണം. അതുകൂടാതെ കോൺസ്റ്റന്റ് വരാനും പാടില്ല. ഇപ്പോൾ എഴുതിയില്ലേ, നോട്ട് ട്രൂ ദാറ്റ് എന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദ ഫങ്ഷൻ ടി ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ ടി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇപ്പോൾ T00 എന്ന് കിട്ടി. ഇനി ടി ഓഫ് ആൽഫ എക്സ് പ്ലസ് വൈ എടുക്കണം. അത് ആൽഫ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അതായത് ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് 2 ആൽഫ എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. ഇനി അത് ആൽഫ ടി എക്സ് പ്ലസ് ടി വൈ ആണോ എന്ന് നോക്കാം. അത് ആൽഫ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും ഇല്ലേ. സോ ടി ആൽഫ എക്സ് പ്ലസ് വൈ നോട്ട് ഈക്വൽ ടു ആൽഫ ടി എക്സ് പ്ലസ് ടി വൈ.
So T is not linear. T is not linear. ഈ എക്സാമ്പിൾസ് എന്ന് എഴുതിക്കോളൂ. എക്സാമ്പിൾസ് രണ്ടെണ്ണം പറയാം. ലീനിയർ ആയിട്ടുള്ളതും ലീനിയർ അല്ലാത്തതും പറയാം. One, consider the function t from R to R defined by t of x equal to 2x. T of x equal to 2x. അപ്പോൾ ടി ഓഫ് ആൽഫ എക്സ് പ്ലസ് വൈ എത്ര കിട്ടും? 2 ഇൻറ്റു ആൽഫ എക്സ് പ്ലസ് വൈ എന്ന് കിട്ടത്തില്ലേ? അതായത് 2 ആൽഫ എക്സ് പ്ലസ് 2 വൈ എന്ന് കിട്ടും. അതായത് ആൽഫ ഇൻറ്റു 2x പ്ലസ് 2y. 2xന് ടി എക്സ് എന്ന് എഴുതത്തില്ലേ? ടി വൈക്ക് ടി വൈ എന്ന് എഴുതാം. അപ്പോൾ ലീനിയർ അല്ലേ? സോ ടി ഈസ് ലീനിയർ. ടി ഈസ് ലീനിയർ. രണ്ട് ഇനി ലീനിയർ അല്ലാത്തത് പറയാം. എഴുതിക്കോ. കൺസിഡർ ദി ഫംഗ്ഷൻ 2 എന്ന് എഴുതി. ഇത് എഴുതി കഴിഞ്ഞോ? ഇല്ല, എന്നാൽ എഴുതാം കേട്ടോ. Consider the function t from R to R defined by tx equal to 2x plus 3. ഇനി ടി ഓഫ് ആൽഫ എക്സ് പ്ലസ് വൈ എത്ര കിട്ടും? 2 ഇൻറ്റു ആൽഫ എക്സ് പ്ലസ് വൈ പ്ലസ് 3 എന്ന് കിട്ടും അല്ലേ? അതായത് 2 ആൽഫ എക്സ് പ്ലസ് 2y പ്ലസ് 3. ഇത് ആൽഫ ടി എക്സ് പ്ലസ് ടി വൈ എന്ത് വരുമെന്ന് നോക്കാം. ഈക്വൽ ടു ആൽഫ ഇൻറ്റു 2x പ്ലസ് 3 പ്ലസ് 2y പ്ലസ് 3 എന്ന് കിട്ടും അല്ലേ? എന്ന് പറയുന്നത് 2 ആൽഫ എക്സ് പ്ലസ് 3 ആൽഫ പ്ലസ് 2y പ്ലസ് 3 എന്ന് കിട്ടും അല്ലേ? അതിവിടെ എഴുതിയായിരുന്നില്ലേ മുമ്പേ? ഇത് രണ്ടും ഒന്നാണോ? ഇവിടെ 3 ആൽഫ കൂടുതലില്ലേ? therefore t of alpha x plus y is not equal to alpha tx plus ty. So t is not linear. Not linear. ഇവിടെ രണ്ടും ഫസ്റ്റ് ഡിഗ്രി അല്ലേ? ലീനിയർ ഫങ്ഷൻസ് അല്ലേ? പക്ഷേ ആദ്യം പറഞ്ഞത് ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണ്, ഇത് ലീനിയർ ട്രാൻസ്ഫർമേഷൻ അല്ല. ഇവിടെ വ്യത്യാസം ഈ 3 എന്നുള്ളൊരു കോൺസ്റ്റൻറ്റിൻ്റെ പ്രസൻസ് ഉണ്ട്. അതൊരു റിസൾട്ടായിട്ട് നമുക്ക് പറയാം. T from V to W is linear if T is a linear function. ലീനിയർ ഫംഗ്ഷൻ ആയിരിക്കണം ആൻഡ് T0 0 ആയിരിക്കണം. T0 0 ആയാൽ മാത്രം പോരാ. മുമ്പ് എക്സ് സ്ക്വയർ വന്ന ലീനിയർ അല്ല, ഫസ്റ്റ് ഡിഗ്രി അല്ലാത്തതുകൊണ്ടാണ് ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആവാത്തത്. ഇനി ഒരെണ്ണം കൂടെ പറയാനുണ്ട്. T from V to W is linear if T is a linear function and T0 equal to 0. എക്സ് സ്ക്വയർ ലീനിയർ അല്ലാത്തതുകൊണ്ടാണ് ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആവാത്തത്. 2x എന്നുള്ള ലീനിയർ അല്ലേ? അതുകൊണ്ട് ലീനിയർ. പക്ഷേ 2x പ്ലസ് 3 ലീനിയർ ആയാണെങ്കിലും ലീനിയർ ഫംഗ്ഷൻ ആയാലും T0 3 അല്ലേ വരുന്നത്, അതുകൊണ്ടാണ് ലീനിയർ ആവാത്തത്. ഇത് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ T from R to R
defined by tx equal to alpha x അല്ലെങ്കിൽ ax മതി. ax is linear. ax എന്നാണ് is linear. t from r to r defined by tx equal to ax plus b. അതിൽ b 0 അല്ലാതിരുന്നാൽ is not linear. അത് എഴുതിയെടുക്കാം. ചുരുക്കത്തിൽ കോൺസ്റ്റൻസ് ഉണ്ടാവരുത്, ലീനിയർ ആവണം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ റിസൾട്ട് ടി ഫ്രം ആർ സ്ക്വയർ ടു ആർ ആണെന്ന് വെച്ചോ. ഡിഫൈൻഡ് ബൈ ടി എക്സ് വൈ. ആർ സ്ക്വയർ ആകുമ്പോൾ ഓർഡേറ്റ് പെയറാണ് വരുന്നത്. ആറിലാകുമ്പോൾ ഫസ്റ്റ് ഇത് പെയറില്ലല്ലോ, എ എക്സ് പ്ലസ് ബി വൈ എന്ന് കിട്ടും. ഈസ് ലീനിയർ. പിന്നെ ടി ഫ്രം ആർ സ്ക്വയർ ടു ആർ ഡിഫൈൻഡ് ബൈ ടി എക്സ് വൈ ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി. അതിൽ സി 0 അല്ലെങ്കിൽ ഇത് ലീനിയർ ആയിരിക്കത്തില്ല. ഈസ് നോട്ട് ലീനിയർ. മൂന്നാമത്തെ ടി ഫ്രം ആർ സ്ക്വയർ ടു ആർ സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. ഡിഫൈൻഡ് ബൈ, അപ്പോൾ രണ്ട് കോർഡിനേറ്റ് വരും. എ എക്സ് പ്ലസ് ബി വൈയും സി എക്സ് പ്ലസ് ഡി വൈയും. ഇത് ലീനിയർ ആയിരിക്കും. ഈസ് ലീനിയർ. അതിൽ തന്നെ ടി ഫ്രം ആർ സ്ക്വയർ ടു ആർ സ്ക്വയർ ഡിഫൈൻഡ് ബൈ ടി എക്സ് വൈ ഈക്വൽസ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി കോമ ഡി എക്സ് പ്ലസ് ഇ വൈ പ്ലസ് എഫ്. അതിൽ സി 0 ആവരുത്. ഓർ ഡി രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നോൺ 0 ആയിക്കഴിഞ്ഞാൽ ഇത് ലീനിയർ ആവത്തില്ല. ടി ഈസ് നോട്ട് ലീനിയർ. മനസ്സിലാവുന്നുണ്ടല്ലോ ഇതെല്ലാം. ഇത് രണ്ടും നോൺ 0 ആവണ്ട കേട്ടോ. ഒരെണ്ണമെങ്കിലും നോൺ 0 ആയിക്കഴിഞ്ഞാൽ ലീനിയർ ആവത്തില്ല. അല്ല, ചുരുക്കത്തിൽ രണ്ടും 0 ആകുമ്പോഴാണ് അത് ലീനിയർ ആവുന്നത്. ഇ വൈ എഫ് അല്ല, ഇ വൈ. എഫ് എഫ് ഇവിടെ ആൻഡ് അല്ല ഓർ എഴുതണേ. ആൻഡ് എന്നത് രണ്ടും 0 അല്ലെന്നുള്ള അർത്ഥം വരും. ആർ ക്യൂബ് പറഞ്ഞാൽ ടി ഫ്രം ആർ ക്യൂബ് ടു ആർ ഡിഫൈൻഡ് ബൈ ടി എക്സ് വൈ ഇസഡ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസഡ്. ഇത് ലീനിയറാണ്. ഇത് 0 അല്ലെങ്കിൽ ലീനിയർ അല്ല. ഈസ് നോട്ട് ടി ഈസ് നോട്ട് ലീനിയർ. നോട്ട് ലീനിയർ. ചുരുക്കത്തിൽ ഇത് ഫസ്റ്റ് ഡിഗ്രി ആകണം, കോൺസ്റ്റന്റ് പാടില്ല. ഇങ്ങനെ ഓർത്താൽ മതി.
എഴുതി കഴിഞ്ഞോ? ഇല്ല. ഇനി ആരാ എഴുതാം? ഫാത്തിമ എഴുതിയോ? ബാക്കി പറഞ്ഞേക്കട്ടെ. ഇല്ല. ഇനി ക്വസ്റ്റ്യൻ്റെ ഉത്തരം പറയാം. ഇപ്പോൾ കഴിഞ്ഞോ? Option 1 is not linear. Option 1 is not linear due to the presence of 1 in the first coordinate. ഫസ്റ്റ് കോർഡിനേറ്റ് 1 + x1 അല്ലേ കിടക്കുന്നത്. പക്ഷേ രണ്ടാമത്തേൽ ശരിയാണ്, അതുകൊണ്ട് കാര്യമില്ല, രണ്ടിലും ശരിയാവണം. Due to the presence of option 1 is not linear due to the presence of 1 in the first coordinate. സെക്കൻഡ് ഫോർത്ത് ലീനിയർ അല്ലേ? സെക്കൻഡ് ആൻഡ് ഫോർത്ത് ആർ ലീനിയർ. ഇനി മൂന്നാമത്തേത് x1² ഈസ് നോട്ട് എ ലീനിയർ ഫംഗ്ഷൻ. x1² ഈസ് നോട്ട് എ ലീനിയർ ഫംഗ്ഷൻ. അവിടെ x2 ശരിയാകുന്നുണ്ട്, അത് മാത്രം പോരാ. x1² ഈസ് നോട്ട് ലീനിയർ. സോ ഓപ്ഷൻ ഏത്? ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞേ? അതെന്നാ ഇതിൽ എഴുതിയിരിക്കുന്ന പോലെ അല്ല പറഞ്ഞത്, അത് ഓപ്ഷൻ മാറി ഏതാ നിങ്ങൾ പറഞ്ഞ ഏതാ? സെക്കൻഡും ഫോർത്തും ലീനിയർ ആണെന്നോ? സെക്കൻഡും തേർഡും ഇല്ല, അങ്ങനെ സെക്കൻഡ് ആൻഡ് തേർഡ് ആർ. ഈ x1² പറഞ്ഞ ഏതാണ്? ഫോർത്ത്. അപ്പം x1² is not a linear function, so option 4 is not linear. ഇനിയും ഇത് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമല്ല, പരീക്ഷയ്ക്ക് വന്നതാണ് ഇനിയും പറയാൻ പോകുന്നത്. അതിന് വഴിയൊരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ആദ്യം. 2006 VHSCയുടെ ചോദ്യമാണ്. VHSCക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ 2 ചോദ്യം. അവന്മാർക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷനോട് വലിയ പ്രേമമാണ്. അല്ല ഒരു ക്വസ്റ്റ്യനിൽ അങ്ങനെ ഇടാവോ? VHSC 2006 അത് എഴുതണം പ്രത്യേകിച്ച്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ where T1 is from R² to R³, T2 is from R² to R, T3 is from R³ to R, T4 is from R³ to R². ഒന്നാമത്തെ ഓപ്ഷൻ എ T1AB equal to A plus B, A minus B, B. T2AB equal to A minus B. C. T3ABC equal to 2A minus 3B plus C. Option D T4ABC equal to A plus 1 B plus C. കാണുമ്പോഴേ ഉത്തരം പറയാം. ഏതാണ്? ഡി ആണ്. ഇവിടെ 1ൻ്റെ ഇവിടെ ഒന്നും ആവില്ലല്ലോ. ചോദ്യം അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ഉത്തരം പറയരുതാ. ഞാനീ പറഞ്ഞ മുമ്പേ പറഞ്ഞ 1/2 മിനിറ്റ് ഒന്നും വേണ്ട, 10 സെക്കൻഡ് മതി, വരയ്ക്കാനുള്ള സമയം മതിയാകും. ആൻസർ ഷീറ്റിൽ ഈ ഓപ്ഷൻ ഏത്? ഡിയോ
അല്ല ഇതിനകത്ത് രണ്ടെണ്ണം ഉണ്ട്, അല്ല ഇതിനകത്ത് ഒന്നേ ഉള്ളൂ അല്ലേ, ഡി ആണ്, മുമ്പത്തേലാണ് രണ്ടെണ്ണം, അത് പരീക്ഷയുടെ ചോദ്യമല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. കാരണം ആദ്യത്തെയൊക്കെ ലീനിയർ അല്ലേ, അല്ല 4 ലീനിയർ തന്നെ, പക്ഷേ അവസാനത്തേൽ അത് T4 ഈസ് നോട്ട് ലീനിയർ അല്ലെ, ആദ്യം T1 T2 T3 ആർ ലീനിയർ എന്ന് എഴുതുക. T1 T2 T3 ആർ ലീനിയർ, T4 is not linear due to the presence of 1 in the first coordinate. ആ 2006 തന്നെ വേറെ ചോദ്യം പറയാം ഈ ലീനിയർ ട്രാൻസ്ഫർമേഷൻ തന്നെ, ലീനിയർ ട്രാൻസ്ഫർമേഷൻ തന്നെയാണ് ഇനിയും പറയുന്നത്. Which of the following is a linear transformation? Which of the following is not a linear transformation? Where f is from linear transformation, where f is from r square to r square, r square to r square, comma f1 is from r square to r, r square to r, f is from r square to r square, comma f1 is from r square to r over r. Option A, f of xy, f of ordered per xy equals s cube y cube. ഇങ്ങനെ x cube y cube. Option B, f of xy equals x plus 2 y plus 3. x plus 2 y plus 3. Option C, f of xy equals x plus y x. നോക്കട്ടെ അങ്ങനെയാണ്, അതെ x plus y x. ഓപ്ഷൻ ഡി, ഡി അല്ലേ, ഓപ്ഷൻ ഡി പറഞ്ഞിട്ടില്ല. ഓപ്ഷൻ ഡിയുടെ f1 xy ഈക്വൽസ് f1 xy ഈക്വൽസ് മോഡുലസ് ഓഫ് x മൈനസ് y. ആദ്യം എസ് ക്യൂബ് അല്ലേ, അത് രണ്ടും ക്യൂബിക്കാണ്, ലീനിയർ അല്ല. രണ്ടാമത്തേൽ 2ൻ്റെയും 3യുടെയും പ്രസൻസ് ഉള്ളതുകൊണ്ട് ലീനിയർ അല്ല. മൂന്നാമത്തേൽ ഈ കുഴപ്പമൊന്നുമില്ല, ലീനിയർ ആണ്. ചിലപ്പോൾ അവസാനത്തെ നിങ്ങൾക്ക് സംശയം തോന്നാം, ഫസ്റ്റ് ഡിഗ്രി അല്ലേ കോൺസ്റ്റൻ്റ്, പക്ഷേ മോഡുലസ് ഉണ്ട്. മോഡുലസ് ഉള്ളപ്പോൾ ലീനിയർ അല്ല. അതിൻ്റെ കാരണം മോഡുലസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ എന്നല്ല, അല്ല ലെസ് ആൻ ഓർ ഈക്വൽ ടു വരും, അതുകൊണ്ട് അതും ശരിയാവത്തില്ല. നോട്ട് എ ലീനിയർ ട്രാൻസ്ഫർമേഷൻ നോക്കട്ടെ അങ്ങനെയാണോ എന്ന്. ഫോളോയിങ് ഈസ് എ, നോട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ പറഞ്ഞതിൽ വന്ന മിസ്റ്റേക്കാണ്. ഈസ് എ ലീനിയർ ട്രാൻസ്ഫർമേഷൻ, നോട്ട് വെട്ടിക്കളാണ്. അങ്ങനെയാണോ പറഞ്ഞത്? ചിലർ പറയും നോട്ടെന്ന് പറഞ്ഞു, നോട്ടെന്ന് പറഞ്ഞില്ല. നോട്ടെന്നുള്ള വെട്ടിക്കളയുക, ഓരോന്ന് എഴുതി. ഓപ്ഷൻ എ ഇസ് നോട്ട് ലീനിയർ സിൻസ് s cube and y cube are not linear functions. Option B is not linear due to the presence of 2 and 3 in the first and second coordinates. പിന്നെ ഒരു റിസൾട്ട് കൂടെ വേണം, ഈ മോഡലസ് വരുമ്പോഴേ അത് ഫസ്റ്റ് ഡിഗ്രി അല്ലേ കിടക്കുന്നത്, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം ലീനിയർ ആണോ എന്ന്. അത് ഇങ്ങനെ എഴുതാം റിസൾട്ടായിട്ട്. T from R to R defined by Tx equal to
absolute value of ax plus by is not linear. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സിൻസ് മോഡുലസ് എക്സ് പ്ലസ് വൈ എങ്ങനെയാണ് കിട്ടുന്നത്? ലെസ് ആൻ ഓർ ഈക്വൽ ടു അല്ലേ? ഈക്വൽ ടു വരത്തില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ലീനിയർ അല്ലാത്തത്. അപ്പോൾ ഓപ്ഷൻ ഡിയും അവിടെ ആബ്സല്യൂട്ട് വാല്യൂ ഇല്ലായിരുന്നെങ്കിലോ ലീനിയർ ആവും. ഓപ്ഷൻ ഡി, അത് ഡിയെ പറ്റി പറയില്ല, ഡി ഈസ് നോട്ട് ലീനിയർ. അപ്പോൾ ആൻസർ അന്നേരം എന്താണ്? ഓപ്ഷൻ ബി അല്ലേ? നോക്കട്ടെ, ലീനിയർ ആയിട്ടുള്ളതാണോ അല്ലാത്തതാണോ? ഓപ്ഷൻ സി റിസൾട്ടാണ്. T from R to R defined by Tx is equal to Ax plus By is not linear since R square to R square അല്ല, R to R. ഇതെങ്ങനെയാണ് R square ആവുന്നത്? എങ്ങനെ ഓർഡേഡ് പെയർ ആവുമ്പോൾ അല്ലേ? ഇത് ഓർഡേഡ് പെയർ ആണോ? Tx എന്നല്ലേ? അല്ല, നോക്കട്ടെ Tx. അതെ, ടി എക്സ് വൈ ആർ സ്ക്വയർ ആണ്. ടി എക്സ് വൈ ഈസ് ഇക്വൽ ടു ഓർഡേഡ് പെയർ എ എക്സ് പ്ലസ് ബി വൈ ഈസ് നോട്ട് ലീനിയർ. നോക്കട്ടെ, അത് എഴുതരുതേ. ഇല്ല, അങ്ങനെ വേണ്ട. ആർ ഡിഫൈൻഡ് ബൈ ടി എക്സ് ഇസ് ഈക്വൽ ടു മോഡുലസ് എ എക്സ് ഈസ് നോട്ട് ലീനിയർ. ഈ നാലാമത്തെ ഓപ്ഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? അതിനെന്തോ അത് എല്ലാത്തിനും അത് ശരിയാണ്. ഇനി അതിന് തൃപ്തി പോരെങ്കിൽ അതും കൂടെ എഴുതാം. ടി ഫ്രം ആർ സ്ക്വയർ ടു ആർ ഡിഫൈൻഡ് ബൈ ടി എക്സ് വൈ ഈക്വൽ ടു ഈസ് നോട്ട് ലീനിയർ സിൻസ് മോഡുലസ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് നോട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് എക്സ് പ്ലസ് മോഡുലസ്. ഈക്വാലിറ്റി കിട്ടത്തില്ല. ഈക്വലോ ലെസ് ദാനോ ആകാം. മറ്റേ നമുക്ക് ഡെഫിനേഷന് ഈക്വൽ തന്നെ വരണം നിർബന്ധമായിട്ട്. നിങ്ങൾ പറഞ്ഞ ആരും വായിക്കരുത്, അതൊന്നും അല്ല, വായിക്കുകയൊക്കെ ചെയ്യും. പഠിക്കുന്ന കാലത്ത് വായിക്കും. പഠിച്ചു കഴിഞ്ഞ് ഹാറായ പിന്നെ വായിക്കുന്ന പ്രശ്നം വിളിക്കുന്നില്ല. ഒന്നും വായിക്കത്തില്ല ആരും. ജോലി കിട്ടിയാൽ പിന്നെ വായിക്കത്തില്ല. അതെ, ശരിയാണ്. അതിനു മുമ്പ് വായിക്കും. ഇത് ജയിക്കണ്ടേ? അത് പൊതു സ്വഭാവമാണ്, ഒരാളുടെ അല്ല. ആണുങ്ങൾ അടുക്കള ജോലി ചെയ്തിട്ടാണ്, എല്ലാം കണക്കാണ്. പിന്നെ എല്ലാ പെണ്ണുങ്ങളും അടുക്കള ജോലി ചെയ്യുകയാണ്. ചുമ്മാ ഇരിക്കുന്നവരും ഇത് തന്നെ പണി. ചില പെണ്ണുങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. അടുത്ത ചോദ്യം, അത് ഇത് നമ്മുടെ മെട്രിക്സിന്റെ ലീനിയർ കൺസിസ്റ്റൻസി വെച്ചുള്ളതാണ്. ചോദ്യം എഴുതുക ആദ്യം. Find the condition that the equations 3x plus 4y plus 5z equal to a, 3x plus 4y plus 5z equal to a
comma 4x plus 5 is 4x plus 5y plus 6z equal to b. 4x plus 5y plus 6z equal to b. മൂന്നാമത്തെ 5x plus 6y plus 7z equal to c are consistent. നമ്മൾ ഈ ലീനിയർ ആൾജിബ്ര തുടങ്ങിയവൻ പറഞ്ഞു കുറേ ഇക്വേഷൻസ് കൺസിസ്റ്റൻ്റ് ആണോ എന്ന് എങ്ങനെ അറിയുന്നത്? ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ റാങ്കും എയുടെ റാങ്കും ഒരുപോലെ വരണം. അത് ഉപയോഗിച്ചാൽ മതി. ഇവിടെ അത് ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് ചെയ്യുന്നത് പറയാം. അതും എല്ലാവർക്കും അറിയാവുന്ന ഞാൻ തിയറി ഒന്നും പറയാം, ചുരുക്കമേ പറയാന്നുള്ളത്. AX = B എന്നുള്ളത് കൺസിസ്റ്റൻ്റ് ആകാനുള്ള കണ്ടീഷൻ റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മെട്രിക്സ് എയുടെ കൂടെ കോൺസ്റ്റൻറ്റും കൂടെ വലത്തേ അറ്റത്തെ കോളമായിട്ട് എഴുതുന്നതിനാണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എ ബിയുടെ റാങ്കും എയുടെ റാങ്കും ഒരുപോലെ ആകുമ്പോഴാണ് കൺസിസ്റ്റൻ്റ് ആവുന്നത്. എ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യത്തെ ഇക്വേഷൻ എന്താണ്? 3x plus 4y plus 5z equal to a. മറ്റേ 4x plus 5y plus 6z equal to b. 5x plus 6y plus 7z equal to c. ഇതിൻ്റെ റാങ്ക് ആണ്. ഇപ്പം ആദ്യം 1 ആവണ്ടേ? അപ്പം അതിനായിട്ട് ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ പോരെ? അതല്ലേ ഏറ്റവും എളുപ്പം അവിടെ അല്ലേ? അപ്പോൾ R1 goes to R2 minus R1 അല്ലേ? ഇതിൽ നിന്ന് ഇത് കുറച്ച് -1 വരും. 4 നിന്ന് 3 1, 5 നിന്ന് 4 1, 6 നിന്ന് 5 1, പിന്നെ B - A എന്ന് കിട്ടും അല്ലേ? പിന്നെ വേണമെങ്കിൽ ഇതും വേണേ ഒന്നാക്കാമല്ലോ അല്ലേ? അതും കൂടെ ചെയ്തു. R3 goes to R3 minus R2 അല്ലേ? അപ്പോൾ 1 1 1 C minus B അല്ലേ? നടുക്കുള്ളത് അങ്ങനെ തന്നെ കിടക്കട്ടെ. 4 5 6 B അല്ലേ? ഇനി ഇത് രണ്ടും കൂടെ 0 ആക്കണ്ടേ? അതിനെന്ത് ചെയ്യണം? R2 gives R2 minus 4R1 അല്ലേ? ശരിയല്ലേ? R3 ആണെങ്കിലോ R3 മൈനസ് R2 R1 ഇല്ലേ? അപ്പോൾ 1 1 1 B minus A. 4 ഇരട്ടി കുറയ്ക്കുമ്പോൾ 0. 5 നിന്ന് 4 പോയാൽ 1, 6 നിന്ന് 4 പോയാൽ 2 അല്ലേ? പിന്നെ B - 4 × B - A എന്ന് പറയുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 4A - 3B എന്ന് കിട്ടും ഇല്ലേ? ശരിയല്ലേ? 4A - 3B. അവസാനത്തേത് 0 0 0 അല്ലേ? പിന്നെ ഇതിൽ നിന്ന് ഇത് കുറച്ചാലോ C - 2B plus A എന്ന് കിട്ടും അല്ലേ? ശരിയല്ലേ? അല്ലെങ്കിൽ A - 2B plus C എന്ന് കിട്ടത്തില്ലേ? റാങ്ക് ഓഫ് എ എത്രയാണ്? 2. കൺസിസ്റ്റൻ്റ് ആണ്. റാങ്ക് ഓഫ് എ ബിയും 2 ആകണം. അതിന് 0 ആയേ പറ്റത്തുള്ളൂ. കണ്ടീഷൻ ഇത് 0 എന്നുള്ളതാണ്. A - 2B plus C 0, അല്ലെങ്കിൽ 2B = A plus C, അല്ലെങ്കിൽ ABC are in AP എന്നുള്ളതാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചെയ്യുന്ന പറയാതെ. പിന്നെ റാങ്ക് ഓഫ് എ ഈക്വൽസ് 2 അല്ലേ? If the system is consistent, then rank of AB equals rank of A equal to 2. This is possible only if A - 2B plus C equal to 0 അല്ലേ? That is 2B equal to A plus C. So ABC are in AP. അത് ഓപ്ഷൻ വരുന്നത് AP GP HP അങ്ങനെ പല ഇതായിരിക്കും. ABC are in AP.
ഇത് അയക്കേണ്ടതാണ് കേട്ടോ, വൃത്തിയായിട്ട് എഴുതണേ. ഇങ്ങനെ ഇപ്പൊ ഒരാളെങ്കിലും എഴുതിയാലും മതി. ഇതെന്ത് ഇങ്ങനെ എഴുതുന്നു? അതിലോട്ട് എഴുതിക്കൊണ്ടാണ്ട് കുഴപ്പം വല്ലതും വരുന്നുണ്ടോ? ഇത് നിങ്ങൾക്ക് വേണ്ടതല്ലേ? എന്തെങ്കിലും കാണിക്കും. ഇവിടെ എഴുതിക്കൊണ്ടാണ്ട് കുഴപ്പം വരിക. ഇതിപ്പോ ഈ പരീക്ഷ കഴിയുന്നിടം വരെ മതിയല്ലോ, ഇവരെ എവിടെയെങ്കിലും കിടന്നാൽ പോരെ. അത് ഇവിടെ ഈ പ്ലസ് ടുവിനൊക്കെ പഠിപ്പിക്കുന്ന സാറന്മാരെ നോട്ട് എഴുതാനായിട്ട് ഒരു ബുക്ക്, അസൈൻമെൻ്റ് എഴുതാനായിട്ട് വേറെ ബുക്ക്, പരീക്ഷ എഴുതാൻ വേറെ ബുക്ക്. ഭയങ്കര സ്ട്രിക്റ്റാണ്. പഠിപ്പിക്കുന്നത് മാത്രം സ്ട്രിക്റ്റ് ഇല്ല. അസൈൻമെൻ്റ് എഴുതാനായിട്ട് മറ്റേ ഇതിൻ്റെ പേരെന്താണ് ഈ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന പേപ്പറിന് പറയുന്നത് A4 സൈസ്. ഇതൊക്കെ നിർബന്ധമാണ് ഇവിടെ. ഈ പ്ലസ് ടു പഠിപ്പിക്കുന്നവരുടെ കാര്യമാണ്. പ്ലസ് ടുവും 10ാം ക്ലാസ് വരെയൊക്കെ അതൊക്കെ ഇതുപോലെ സ്ട്രിക്റ്റ് ആണ്. 2B = A+C അല്ലെങ്കിൽ ABC 6ന് AP എന്ന് കിട്ടും. ഇത് ക്ലാസ്സിൽ ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ്, എന്നിട്ട് നിങ്ങൾ മറന്നുപോയി. പെട്ടെന്ന് ചെയ്യുന്നത് എങ്ങനെയാണ്? ആരും പറഞ്ഞില്ലല്ലോ ഇതുവരെ. പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ. ഈ ചോദ്യം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. എഴുതി കഴിഞ്ഞില്ലേ? ഇത് ഒന്നാമത്തെ മൂന്നാമത്തെ ഇക്വേഷൻ ഒന്ന് ആഡ് ചെയ്ത് എന്ത് കിട്ടും? 1ഉം 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 8x + 10y + 12z = A+C. അത് 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 3x + എന്ത് ചെയ്യാം എവിടെ 4x + 5y + 6z ആണ്. അത് B ആണ്. 2B = A+C. വളരെ പെട്ടെന്ന് കിട്ടിയില്ലേ? അതൊന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ആ ബുക്ക് ലീനിയർ ആൾജിബ്ര തുടങ്ങുന്നിടത്ത് നോക്കിയാൽ കാണും. അത് ഓർന്നിട്ട് എഴുതേ, ഷോർട്ട് കട്ടൊന്ന് എഴുതിക്കോളെ. അതൊക്കെ ഓരോ ചോദ്യത്തിലും ഓരോ ഇതാണ്. അത് നിങ്ങൾക്ക് സ്വയം തോന്നണം. പൊതുവായി ഒരു മെത്തേഡ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ABC 6ന് AP, അതാണ് കണ്ടീഷൻ. അതിൽ വേണമെങ്കിൽ ഇത് ചിലർക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ശകലം പരിഷ്കാരം വരുത്താണ്. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തേ ശകലവും കൂടെ പരിഷ്കാരത്തെ എന്നത് എഴുതിയിരിക്കുന്ന ഫൈൻഡ് ദ കണ്ടീഷൻ എന്നാണ്. അതിന് പകരം ഈഫ് എന്നാക്കുക. അവിടെ തന്നെ മുകളിൽ ചോദ്യം എഴുതിയെടുത്ത് തന്നെ ഈഫ് ദ ഇക്വേഷൻസ് എന്നാക്കുക. പിന്നെ ആ പറഞ്ഞ തന്നെ ആർ കൺസിസ്റ്റന്റ്, അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? ആർ കൺസിസ്റ്റന്റ്, ദെൻ ഓപ്ഷൻസ് എഴുതുക. ദെൻ ഫസ്റ്റ് ഓപ്ഷൻ A + B + C = 0. സെക്കൻഡ് ഓപ്ഷൻ ABC 6ന് AP. മൂന്നാമത്തേത് ABC 6ന് GP. നാലാമത്തെ ഓപ്ഷൻ ABC 6ന് HP. ചിലർക്ക് ഈ 4 ഓപ്ഷൻ കണ്ടാലേ അങ്ങോട്ട് സുഖിക്കത്തുള്ളൂ. അതിനുവേണ്ടി അതിന് കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ അവരോടൊന്നും പൈസ മേടിച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത്. ഇതുള്ള കാര്യമാണ് പറഞ്ഞത്. എനിക്ക് എവിടെയും പറയാനില്ല. അത് പൊതു സ്വഭാവമാണ് നിങ്ങളുടെ ഉൾപ്പെടെ. നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്നവരുന്നാണ് ഒരു വ്യക്തി. പഴയ ക്വസ്റ്റ്യൻ തന്നെ വരുമെന്നാണ് എല്ലാവരുടെയും വിചാരമേ. അപ്പം അതുകൊണ്ടാണ് അതിനോട് താല്പര്യം കാണിക്കുന്നത്. അങ്ങനെ അല്ല.
പറഞ്ഞില്ലേ? അത് എഴുതാം. ഷോർട്ട് കട്ട് എന്ന് ഞാൻ ബാക്കി എഴുതാം. ഞാൻ പറഞ്ഞിരുന്നു നോട്ട് എഴുതാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ആഡിങ് ദി ഏതൊക്കെ ഫസ്റ്റും തേർഡും ആണോ നോക്കട്ടെ. ആഡിങ് ദി ഫസ്റ്റ് ആൻഡ് തേർഡ് ഇക്വേഷൻസ് വി ഗെറ്റ്. അപ്പം അന്നേരം എന്താ കിട്ടുന്നത്? 8x പ്ലസ് അല്ലേ 10y പ്ലസ് 12z ഈക്വൽ ടു a പ്ലസ് സി. ഇതിൽ നിന്ന് 2 കോമൺ ഫാക്ടർ എടുക്കത്തില്ലേ? 2 ഇൻറ്റു 4x പ്ലസ് 5y പ്ലസ് 6z ഈക്വൽ ടു a പ്ലസ് സി. ഇത് ബി അല്ലേ രണ്ടാമത്തെ ഇക്വേഷൻ വെച്ച്? 2b ഈക്വൽ ടു a പ്ലസ് സി. ദാറ്റ് ഈസ് എ ബി സി ആർ ഇൻ എ പി. ഇതൊരു 1/2 മിനിറ്റ് പോരെ? മറ്റത് എങ്ങനെയായാലും 5 മിനിറ്റ് എടുത്ത് കാണും. 5 കൂടുതൽ എടുത്തെങ്കിലേ ഉള്ളൂ ഇല്ലേ? എല്ലാവർക്കും ആ ബുദ്ധിയെ തോന്നുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം പഠിപ്പിക്കുന്നത്. ഇക്വേഷൻസ് ഒന്നുകൂടെ വായിക്കാം, അത് മാറിപ്പോയാൽ. കൺസിഡർ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് x plus 2y minus z equal to 2, x minus y plus 2z equal to 3, 2x plus y plus z equal to 4. എഴുതിയാ അത്രേ. Which of the following is true about the system? Option A has a unique solution. Option B has exactly 2 solutions. C has infinitely many solutions. D has no solution. അതിൻ്റെ മറ്റേ മതരൂൾ എഴുതുക, എന്നിട്ട് ഇത് പറയാം. അതും 2-3 സ്റ്റെപ്പ് കൊണ്ട് കിട്ടുമെന്ന് തോന്നുന്നു. അതും എ ബി എന്ന് പറഞ്ഞ് റോയാണോ പറയുന്നത്? 1 2 -1 2, പിന്നെ 1 4. ഇത് രണ്ടും കൂടെ 0 ആക്കണ്ടേ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? R2 gives R2 minus R1 അല്ലേ? R3യോ? R3 minus 2 R1 അല്ലേ? 1 2 minus 1 2. ഇത് കുറയ്ക്കുമ്പോൾ 0 ആവത്തില്ലേ? ഇത് -3 കിട്ടും. ഇത് എത്ര കിട്ടുന്നത്? 2 + 1 3, 3 - 2 1 ഇല്ലേ? ഇത് ട്വൈസ് കുറയ്ക്കുമ്പോൾ 0. 1 - 4 is -3. പിന്നെ 1 + 2 is 3. 4 - 0 കിട്ടി ഇല്ലേ? ആണോ? ഇത് കുറച്ചാൽ ഇത് 0 ആയി പോകത്തില്ലേ ഇല്ലേ? R3 gives R3 minus R2. 1 2 -1 2, 0 - 3 3 1, 0 0 0 -1. റാങ്ക് ഓഫ് എ എത്രയോ? 2. റാങ്ക് ഓഫ് എ ബിയോ? ഈക്വൽ ആണോ? അല്ല, ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അങ്ങനെ എഴുതുന്നതിന് 2 മിനിറ്റെങ്കിലും എടുക്കും. സോ റാങ്ക് ഓഫ് എ ബി is not equal to rank of AB equal to 2 അല്ലേ? rank of AB 3 അല്ലേ? and rank of A equals 2. so rank of AB is not equal to rank of A. so the system is
ഇൻകൺസിസ്റ്റൻ്റ് അല്ലേ, ഓർ ദ സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ. ഇത് വളരെ പെട്ടെന്ന് എഴുതാം, അങ്ങനെ അത് നേരത്തെ പഠിപ്പിച്ചിട്ടുള്ള നിങ്ങളെ. ഇവിടെ ആദ്യത്തെ രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്താ കിട്ടുന്നത്? ഇതൊന്ന് കേൾക്കുക. ആദ്യത്തെ രണ്ടും കൂടെ 2x പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 5. തേർഡ് ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് അത് തന്നെയല്ലേ, പക്ഷേ 4 ആണ്. അപ്പോൾ അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യും, അതുകൊണ്ട് ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഒറ്റ നോട്ടത്തിൽ അറിയാതെ ഷോർട്ട് കട്ടൊന്നും എഴുതും. ആഡിങ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എഴുതിയോ? അത് മറ്റേ എഴുതിയില്ലേ, ഇത് എഴുതിയോ? ആഡിങ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻസ് വി ഗെറ്റ്, ഇപ്പോൾ എന്ത് കിട്ടുന്നത്? 2x പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 5. ദിസ് കോൺട്രഡിക്ട്സ് ദ തേർഡ് ഇക്വേഷൻ. So the equations are inconsistent. ഇങ്ങനെയുള്ളതാണ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. പക്ഷേ എല്ലാവരും ആ രീതിയിൽ മറ്റേ ആദ്യം പറഞ്ഞ മെത്തേഡേ ചെയ്യത്തുള്ളൂ. അത് പൊതുവായിട്ടുള്ള മെത്തേഡാണ്. ചില ഇക്വേഷൻസിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതും സെറ്റിൻ്റെ ചോദ്യം തന്നെയാണ്. അപ്പോൾ ഈ ലാസ്റ്റ് ഇക്വേഷനിലെ റൈറ്റ് സൈഡ് 4 ആയിരുന്നെങ്കിലോ? കൺസിസ്റ്റൻ്റ് ആണെന്ന് മാത്രമല്ല ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് കാണുകയും ചെയ്യും. അല്ല, അതിനെയും പറയാം വേറെ ചോദ്യത്തിൽ. അല്ല, വേണമെങ്കിൽ അതുകൂടെ എഴുതിക്കാമല്ലോ. അടുത്ത ചോദ്യം എഴുതുന്നതിന് മുമ്പേ ഇഫ് ദ റൈറ്റ് സൈഡ് ഓഫ് ദി തേർഡ് ഇക്വേഷൻ, റിമാർക്കായിട്ട് എഴുതണം. റിമാർക്ക് ഇഫ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ തേർഡ് ഇക്വേഷൻ ഈസ് 4, if the right side of the third equation is 4, then the equations are consistent and has infinite number of solutions. Right side of the third equation is 4. 4 എന്നല്ലേ വരുന്നത്? അല്ല, 5. If the right side of the third equation is 5, then the equations are consistent and has infinite number of solutions. ഇതൊക്കെ +2-ലേക്ക് ഇത് പഠിപ്പിക്കുമ്പോഴേ ഈ ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് പോലും പറയുന്നില്ല. വർക്കിംഗ് റൂളേ ഉള്ളൂ. റാങ്ക് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ്. ഏത് സന്ദർഭത്തിലാണ് വരുന്നതെന്ന് അറിയത്തില്ല. ഇൻകൺസിസ്റ്റൻ്റ് വരുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒരെണ്ണത്തിനെ ബാക്കിയെല്ലാം കോൺട്രഡിക്റ്റ് ചെയ്യും എന്നുള്ളത് പഠിപ്പിക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. ഈ വർക്കിംഗ് റൂള് മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ. അപ്പോൾ ഇത് കൺസെപ്റ്റ് എന്നാന്ന് പിടികിട്ടത്തില്ല. ഇപ്പോൾ അടുത്ത ചോദ്യമായിട്ട് ചോദ്യം സെറ്റിൻ്റെ ചോദ്യമാണ്. 1 മണിക്കൂറായെങ്കിലും റെഡിയാക്കാം.